ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ. ശ്രീ മഹാദേവി നമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നമ്മളീ ഭഗവാന്റെയും അതുപോലെ തന്നെ ആ മഹാമായായ ദേവിയുടെയും അനുഗ്രഹാശസ്സുകളോടുകൂടി 4ാം സ്കന്ധത്തിലെ 11ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശുക്രമഹർഷിയുടെ തപസ്സാണല്ലോ വർണ്ണിക്കുന്നത്. വേദവ്യാസം പറയുന്നു, ദേവന്മാർ തിരിച്ചുപോയതിനു ശേഷം ശുക്രാചാര്യർ ദൈത്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു. ഏത് പ്രകാരം പറഞ്ഞു? ദൈത്യപ്രമുഖരെ, ദൈത്യരെ വധിക്കാൻ ഹരിയെ നിയോഗിക്കുന്നുണ്ടെന്ന് പണ്ട് ബ്രഹ്മാവ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് 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 ഹരി പന്നിയായി രൂപമെടുത്ത് ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും നരസിംഹമായി വധിച്ചു നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്രകാരം ഹരി എല്ലാ അസുരന്മാരെയും ഏത് പ്രകാരത്തിനും കൊല്ലാൻ ശ്രമിക്കും. ഞാൻ സഹായിച്ചാലും ശരി, നിങ്ങൾക്ക് ദേവന്മാരെയും ഹരിയെയും ജയിക്കാൻ സാധിക്കുകയില്ല. അതിന് തക്കവണ്ണമുള്ള മന്ത്രശക്തി എനിക്കില്ല. ആര് പറയുന്നു? ശുക്രാചാര്യ പറയുന്നു ഈ അസുരന്മാരോട്. കുറച്ചു കാലം കൂടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഞാൻ മഹാദേവനെ ശരണം പ്രാപിച്ച് മന്ത്രോപദേശം വാങ്ങിയ ശേഷം നിങ്ങൾക്ക് ആ മന്ത്രം ശരിയായ വിധത്തിൽ ഉപദേശിക്കാട്ടോ. അങ്ങനെ പറഞ്ഞു ശുക്രാചാര്യ. അവരുടെ ഗുരുവല്ലേ. ഈ വാക്കുകൾ കേട്ട് ദൈത്യന്മാർ പറഞ്ഞു, പരാജയപ്പെട്ട് ഞങ്ങൾ അത്രയും കാലം എങ്ങനെ സഹിക്കണം? ഒറ്റദേശം ക്ഷമ എന്ന് പറഞ്ഞത് ഈ അസുരന്മാർക്ക് ഉണ്ടാവില്ലല്ലോ. ഭക്ഷണം വിളമ്പിയ കഴിക്കുന്ന സമ്പ്രദായം നോക്കിയാൽ തന്നെ അസുരന്മാരെയും ആ ദേവാംശമുള്ളവരെയും തിരിച്ചറിയാൻ പറ്റുന്നതാണ് മഹാത്മാക്കള് പറയുന്നത്. അവര് മുമ്പിൽ കിട്ടുമ്പോഴത്തേക്ക് കറികളൊക്കെ വിളമ്പി കഴിഞ്ഞ് ചോറ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതെല്ലാം തിന്ന് കഴിക്കും. ഒന്ന് എല്ലാം മുമ്പിൽ കിട്ടിയിട്ട് മന്ത്രം ജപിച്ചിട്ട് കഴിക്കാനോ ഭോജന മന്ത്രം ജപിച്ചിട്ട് കഴിക്കാനോ ഒന്നും അവര് വിചാരിക്കൂല. ഉപ്പേരി വിളമ്പി അത് തിന്ന് കഴിഞ്ഞു, കൂട്ടുകറി വിളമ്പി അത് തിന്ന് കഴിഞ്ഞു. അങ്ങനെ സാമ്പാർ മാത്രം തിന്നൂല. എന്താ വെച്ചാൽ അത് ചോറ് വിളമ്പിയിട്ടല്ലേ വിളമ്പൂലോ. അല്ലെങ്കിൽ പുളിശ്ശേരിയാണെങ്കിൽ അത് ബാക്കി എല്ലാം തിന്നേരെ ഉണ്ടാവും, നല്ല കാലിയാക്കി വെച്ചിട്ട്. പിന്നെ ഈ ചോറ് എങ്ങനെ തിന്നാവും? അതുപോലെയാണ് ഈ അതിലൂടെയും കൂടി ഈ അസുരന്മാരെയും ദേവാംശമുള്ള മനുഷ്യന്മാരെയും മനസ്സിലാവുന്നാന്ന് പറയും. സാത്വികന്മാരെയും താമസന്മാരെയും മനസ്സിലാവുന്ന പറയും ആചാര്യന്മാര് പറയും. അത് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഞങ്ങൾ സഹിക്കലെന്നല്ലേ വെക്കുന്നത്. ഓരോ ശക്തിയുള്ളവരൊക്കെ കാലഗതി പ്രാപിച്ച് കഴിയുകയും ചെയ്തു. ഇനി ബാക്കിയുള്ളവർ യുദ്ധം ചെയ്യാൻ ശക്തിയില്ലാത്തവരുമാണ്. ഞങ്ങൾക്ക് അത്ര വലിയ ശക്തിയൊന്നും ഇല്ലാന്ന് അവരെന്നെ സമ്മതിക്കുന്നു. അപ്പൊ ശുക്രാചാര്യര് പറയുന്നു, ഹരന്റെ പക്കൽ നിന്ന് മന്ത്രം ലഭിക്കുന്നതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. ദേശം കാലം സമയത്തൊക്കെ നോക്കി വേണം ശത്രുക്കളെ എതിരിടാൻ എന്ന് അഭിജ്ഞന്മാർ പറയുന്നു. അദ്ദേഹം ഇതന്നെ പറഞ്ഞു, ഞാൻ പറയുന്നതല്ല, അറിവുള്ളവർ പറയുന്നു എന്ന് പറഞ്ഞു ശുക്രാചാര്യര്. സ്വന്തം നന്മയ്ക്ക് വേണ്ടി ശത്രുവിനെ പോലും ഭജിക്കേണ്ടി വരും. നമ്മുടെ ശക്തിയും കഴിവും സമയമാകുമ്പോൾ പുറത്തെടുത്ത് ശത്രുക്കളെ കീഴടക്കണം. അതുകൊണ്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾ വിനീത ഭാവം അഭിനയിച്ച് ഒതുങ്ങി കഴിയണട്ടോ. മഹാദേവനോട് മന്ത്രോപദേശം വാങ്ങി വന്നതിന് ശേഷം ആ മന്ത്രബലം അഭിനയിച്ചിട്ടാണ് കേട്ടോ മനസ്സിലാക്കണം. വിനീതഭാവം അഭിനയിക്കണം. ഇവർക്ക് ഉണ്ടാവില്ല വിനീതഭാവം, കൊണ്ട് അഭിനയിക്കണം. മഹാദേവനോട് മന്ത്രോപദേശം വാങ്ങി വന്നതിന് ശേഷം ആ മന്ത്രബലം കൊണ്ട് ദേവന്മാരോട് ഏറ്റുമുട്ടാം. ദേവന്മാർക്ക് വിശ്വാസം വരുവാൻ വേണ്ടി ദൈത്യന്മാർ പ്രഹ്ലാദനെ തന്നെ ദേവന്മാരുടെ അടുത്തേക്ക് അയച്ചു. പ്രഹ്ലാദൻ ദാനവന്മാരോടും കൂടി ദേവന്മാരുടെ അടുത്തെത്തി വിനയാന്വിതനായിട്ട് പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞു. ഏത് പ്രകാരം? ഞങ്ങൾ യുദ്ധം വേണ്ടെന്ന് വെച്ച് വൽക്കലവും ധരിച്ച് തപസ്സിന് പോവുകയാണ്. പ്രഹ്ലാദൻ പറയുന്ന കളൻ. ദൈത്യന്മാർ ശുക്രാചാര്യർ വരുന്നതും കാത്ത് കശ്യപന്റെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെ പോയിട്ട് പറഞ്ഞു ആടാ. ശുക്രാചാര്യർ കൈലാസത്തിലെത്തി മഹാദേവനെ നമസ്കരിച്ചു. ഹരൻ ചോദിച്ചു, മഹർഷി, അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം എന്താണ്? എന്തോ ഒരു ഉദ്ദേശമില്ലാണ്ട് എന്നെ കാണാൻ നിങ്ങളൊന്നും വരാറില്ലല്ലോ എന്നാണ് ഈ മഹാദേവൻ പറഞ്ഞതിന്റെ ഗൂഢോദ്ദേശം, ഗൂഢമായ അർത്ഥം. അത് ഇയാൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അസുരഗുരു പറഞ്ഞു, അല്ലയോ മഹാദേവ, ദാനവന്മാർക്ക് ജയിക്കാനും ദേവന്മാർക്ക് തോൽവി സംഭവിക്കാനുമുള്ള ഒരു
മന്ത്രം പറഞ്ഞു തരണം. ആരോട്? ദേവദേവനായ മഹാദേവനോടൊന്ന് പോയിട്ട് ദേവന്മാരെ തോൽപ്പിക്കാനില്ല മന്ത്രം ചൊല്ലുന്നത്. എന്തൊരു വിരോധാഭാസാണ് അത്! ദേവഗുരുവായ ബൃഹസ്പതിക്ക് പോലും അറിയാത്തതും ആവണം. ശുക്രവാക്യം കേട്ട് സർവജ്ഞനായ മഹാദേവൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ദേവന്മാരെ തോൽപ്പിച്ച് ദൈത്യജയത്തിനുള്ള മന്ത്രം ആവശ്യപ്പെട്ട് വന്നിരിക്കുകയാണ് അസുരഗുരു. അല്ല, ഗംഭീരല്ലേ അസുരഗുരുവിന്റെ സ്വഭാവം? സുരന്മാരെ രക്ഷിക്കാൻ വേണ്ടി ശങ്കരൻ കഠിനമായ ഒരു വ്രതം എടുക്കാൻ ശുക്രാചാര്യോട് പറഞ്ഞു. അല്ലയോ മഹർഷി, 1000 കൊല്ലം കിഴുക്കാൻ തുക്കായി നിന്ന് കണധൂമം പാനം ചെയ്യണം. എങ്കിൽ സർവമംഗളങ്ങളും മന്ത്രസിദ്ധിയും ലഭിക്കും. മഹാദേവ, അങ്ങ് ഉപദേശിച്ച വ്രതം ഞാൻ എടുക്കാം. മഹാദേവനെ നമസ്കരിച്ച് ശുക്രാചാര്യർ മടങ്ങി. ശിഷ്യന്മാർക്ക് വേണ്ടിട്ട് ഗുരു ചെയ്യുന്ന ത്യാഗം കണ്ടില്ലേ? അദ്ദേഹം കാലം കളയാതെ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. ദൈത്യന്മാരുടെ കാപട്യവും ശുക്രാചാര്യരുടെ വ്രതത്തിനെ പറ്റിയും മനസ്സിലാക്കിയ ദേവന്മാർ കൂടി ആലോചിച്ച് ദൈത്യന്മാരുടെ അടുക്കലേക്ക് യുദ്ധത്തിനായി ഒരുങ്ങി പുറപ്പെട്ടു. പോർച്ചട്ടകളും ആയുധങ്ങളും ഏന്തി വരുന്ന സ്വരന്മാരെ കണ്ട് ദാനവന്മാർക്ക് പരിഭ്രമമായല്ലോ. അവർ ചോദിച്ചു, പേടിയുള്ളവരോടും ആയുധം വെച്ചവരോടും വ്രതമെടുത്തവരോടും ആചാര്യനോടും യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ. ഈ പൊട്ടന്മാർക്ക് ഇതെല്ലാം അറിയാം. അവരാ പറയുന്നത്. ഇത് ശരിക്കും അനീതിയല്ലേ? നിങ്ങളുടെ സത്യവും വേദധർമ്മവും എല്ലാം എവിടെ പോയി? ആയുധം വെച്ച് കീഴടങ്ങിയവർ അവധ്യരല്ലേ? നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടാ ഉള്ളത്. ഞങ്ങളെ കൊല്ലുന്നത് ശരിയാണോ എന്ന് ഇവർ ചോദിക്കുന്നു. ആവശ്യം വരുമ്പോൾ എല്ലാവർക്കും ധർമ്മം തോന്നും. ദേവന്മാർ പറഞ്ഞു, നിങ്ങളുടെ തന്ത്രങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ സൂത്രത്തിൽ ആചാര്യന്റെ മന്ത്രസിദ്ധിക്ക് വേണ്ടി മഹാദേവന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടല്ലോ കള്ളന്മാരെ. നിങ്ങൾ വെറുതെ ന്യായം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. നിങ്ങളും യുദ്ധത്തിനൊരുങ്ങുക. ശത്രുവിനെ തരം കിട്ടുമ്പോൾ നശിപ്പിക്കാമെന്ന് സനാതന ധർമ്മത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ധർമ്മം മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ ഒരു ധർമ്മമുണ്ട്. ഇത് ധർമ്മം സനാതന ധർമ്മം. സുരന്മാരുടെ യുദ്ധോദ്യോഗം കണ്ട് ദൈത്യന്മാർ ഭയപ്പെട്ട് ശുക്രാചാര്യരുടെ അമ്മയുടെ അടുത്തെത്തി ആശ്രയം ചോദിച്ചു. കാവ്യ എന്ന പേര്. കാവ്യമാതാവ് അവർക്ക് അഭയം നൽകി. അവർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട കുട്ടികളെ, എന്നെ അഭയം പ്രാപിച്ചവരെ ഞാൻ രക്ഷിക്കും. ഇത് കേട്ട് ദൈത്യർ നിർഭയരായി അവിടെ കഴിച്ചുകൂട്ടി. ഓടിപ്പോന്ന ദൈത്യന്മാരുടെ പിന്നാലെ ദേവന്മാരും അവിടെ എത്തി. വന്ന ഉടനെ ദൈത്യരെ കൊല്ലാൻ ഒരുമ്പെട്ട ദേവന്മാരെ കാവ്യമാതാവ് തടഞ്ഞു നോക്കി. അത് വകവെക്കാതെ ദൈത്യന്മാരുടെ അടുത്തേക്ക് എത്തിയ ദേവന്മാരെ കാവ്യമാതാവ് തന്റെ തപശക്തി കൊണ്ട് ഉറക്കി എല്ലാരും നിദ്രക്ക് അധീനരായിപ്പോയി. നിദ്രയിൽപ്പെട്ട് ധീരനായ ഇന്ദ്രനോട് ശ്രീഹരി പറഞ്ഞു, അങ്ങ് എന്നിൽ പ്രവേശിച്ചു കൊള്ളുക. ഉടനെ ഇന്ദ്രൻ ശ്രീഹരിയിൽ പ്രവേശിച്ചു. അപ്പോൾ തന്നെ നിദ്രാദേവി ഇന്ദ്രനിൽ നിന്ന് മാറി നിന്നു. ആരോട് കളി? ഭഗവാനോട് ആരും കളിക്കാൻ വേണ്ടാട്ടാ. ഇന്ദ്രനെ രക്ഷിച്ചതിൽ കോപം കൊണ്ട് കാവ്യമാതാവ് പറഞ്ഞു, ദേവന്മാർ നോക്കി നിൽക്കെ തന്നെ വാസവനെയും വിഷ്ണുവിനെയും ഞാൻ എൻ്റെ തപോബലം കൊണ്ട് ഭക്ഷിക്കുന്നുണ്ട്. ഓഹോ. കാവ്യമാതാവിന്റെ വാക്കേട്ട് ഇന്ദ്രനും ഹരിയും അശക്തരായത് കണ്ടപ്പോൾ ദേവന്മാർ ദീനരായി ഉറക്കക്കരയാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ കരയും പോലെ. അവരുടെ നിലവിളി കേട്ട് ഇന്ദ്രൻ വിഷ്ണുവിനോട് പറഞ്ഞു, അങ്ങയേക്കാൾ അവശനായിരിക്കുകയാണ് ഞാൻ. നമ്മൾ മരിക്കുന്നതിന് മുൻപ് ഗർവിഷ്ഠയായ ദുഷ്ടയെ കൊല്ലുകയാണ് വേണ്ടത്. ഒട്ടും താമസിപ്പിക്കാതെ വേണ്ടത് ചെയ്താലും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ദേവേന്ദ്രൻ. ആരാ ദുഷ്ട? ഈ അമ്മച്ചി. ഇന്ദ്രന്റെ വാക്കിനെ മാനിച്ച് ഹരി സുദർശന ചക്രത്തെ സ്മരിക്കുകയും ചക്രം തന്റെ യജമാനന്റെ ഇംഗിതം മനസ്സിലാക്കി കാവ്യമാതാവിന്റെ ശിരസിനെ ഛേദിക്കുകയും ചെയ്തു. പിന്നല്ല. അത് കണ്ട് ഇന്ദ്രൻ വിഷ്ണുവിനെ അനുമോദിച്ചു. വാനോർ ഭയത്തെ ഉപേക്ഷിച്ച് ജയഘോഷങ്ങൾ മുഴക്കി വിഷ്ണുവിനെ സ്തുതിച്ചു. എന്നാൽ പ്രതാപവാനായ ഭൃഗുവിന്റെ വരാൻ പോകുന്ന ശാപത്തെ ഓർത്ത് ഹരിയും ഇന്ദ്രനും സംഭ്രമാകുലരായി. സ്ത്രീവധം ചെയ്തതിലുണ്ടായ ദുഃഖവും അവർ ബാധിച്ചു. തൽക്കാലം ഒരു സൂത്രം തോന്നിയതാണത്. അങ്ങനെ കാവ്യമാതൃ വധം എന്ന 11ാം അധ്യായം ഭഗവത്പാദത്തില് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി 12ാമത്തെ അധ്യായത്തിൽ ജയന്തി ചെയ്യുന്ന ശുക്രപരിചരണം. ജയന്തി അറിഞ്ഞാൽ ഈ ദേവേന്ദ്രന്റെ ഭാര്യ. മധുവൈരി കാവ്യമാതാവിനെ വധിച്ചത് കൊണ്ട് ഭൃഗുമഹർഷി കോപത്തോടുകൂടി ഹരിയോട് ചോദിച്ചു, സ്ത്രീവധം പാപമാണെന്നറിഞ്ഞിട്ടും അങ്ങ് എന്തിനാണ് ഈ നിന്ദ്യകർമ്മം ചെയ്തത്? ആദേശം വന്നിട്ടുണ്ട് ഭൃഗുവിന്. അതും ഒരു വിപ്രപത്നിയെ. അങ്ങ് സത്വഗുണമുള്ളവനാണെന്നാണല്ലോ പറയപ്പെടുന്നത്. എന്നിട്ടും എന്റെ ഈ താമസകർമ്മം ചെയ്തത് എന്തിനാണ്? ഒരു കുറ്റവും ചെയ്യാത്ത ആ സാധുയെ കൊന്ന ധിക്കാരമല്ലേ? ഇന്ദ്രനെ കൂട്ടുപിടിച്ച് എന്നെ വിഭാര്യനാക്കിയ നിന്നെ ഞാൻ ശപിക്കുന്നുണ്ട്.
അതിന് ഭൃഗു മഹർഷിയുടെ പത്നിയാണ് കാവ്യമാതാവ്. ഇന്ദ്രനെ ശപിക്കുന്നില്ല, പക്ഷെ നീ ചതിയനായ കാളസർപ്പമാണ്. ആരാ പറയുന്നത്? നമ്മുടെ മഹാവിഷ്ണുവിനെ പറയുന്നത്. മൂർഖബുദ്ധിയുള്ളവരാണ് നിന്നെ സാത്വികൻ എന്ന് വിളിക്കുന്നത്. നിന്റെ ശരിയായ സ്വഭാവം ഇന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇതാ നിന്നെ ശപിക്കുന്നു ജനാർദ്ദന. നീ പലവട്ടം നീചയോനികളിൽ പിറന്ന് ഗർഭവാസ ദുഃഖം അനുഭവിക്കട്ടെ എന്ന്. ഗർഭവാസം അത്രമാത്രം ദുഃഖാണ്. നമ്മൾ പറയും, ഓ അനങ്ങുന്നുണ്ട്, ഓ ചവിട്ടുന്നുണ്ട്, ഓ കുട്ടി. അപ്പൊ കുട്ടിയെ അതിനകത്ത് പടക്കുന്നതെന്ന് ഭാവം. ഞാൻ പുഴുക്കളെല്ലാം ഇങ്ങനെ കടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുമല്ലോ. വലിക്കാനാവില്ല, കടിക്കുന്ന കുഞ്ഞിനെ ഗർഭപാത്രത്തുനിന്ന്. അപ്പൊ അത്രയും ദുഃഖാണ് ഈ ഗർഭവാസം. ഹേ രാജൻ, ആ ശാപം കാരണമാണ് ധർമ്മച്യുതി വരുമ്പോൾ ഭഗവാൻ ഓരോ അവതാരം എടുക്കുന്നത്. എന്നാൽ ഉർവശി ശാപം ഉപകാരം തന്നെയല്ലേ? മഹാവിഷ്ണു ഓരോരോ അവതാരം എടുക്കല്ലേ ചെയ്യുന്നത് ഈ ഭൃഗു മഹർഷിയുടെ ശാപം കൊണ്ട്. എന്തിന്? ദുഷ്ടന്മാരെ വധിക്കാൻ തന്നെ. അപ്പൊ ജനമേജയൻ ചോദിക്കുന്നു, മഹാശയ, ഭഗവാന്റെ ചക്രത്താൽ പത്നി മരിച്ചതിനു ശേഷം ഭൃഗു മഹർഷിയുടെ ദാമ്പത്യം ഏത് വിധത്തിലായിരുന്നു? ശ്രീഹരിയെ ശപിച്ചതിനു ശേഷം ഭൃഗു തന്റെ ഭാര്യയുടെ ശിരസ് കയ്യിലെടുത്ത് ഉടലിനോട് ചേർത്ത് വെച്ച് പറഞ്ഞു, ഞാൻ ധർമ്മത്തെ അടിസ്ഥാനമാക്കി ചരിച്ചവനാണെങ്കിൽ ഇവൾ വീണ്ടും ജീവിക്കട്ടെ. ഞാൻ ആ ധർമ്മത്തിൽ ഇതുവരെ ചരിച്ചിട്ടില്ലെങ്കിൽ എന്റെ പത്നി ജീവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്നും പറഞ്ഞ് കൈക്കുമ്പിളിൽ ജലമെടുത്ത് നല്ലപോലെ പ്രാർത്ഥിച്ച് പത്നിയുടെ ദേഹത്തിൽ ഉടഞ്ഞു. ജലം ദേഹത്തെ സ്പർശിച്ചതും ഭൃഗുപത്നി ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ എഴുന്നേറ്റു. ഓഹോ! എല്ലാവരും ഭൃഗുവിന്റെ തപശക്തിയെ വാഴ്ത്തി. ദേവന്മാരും ഇന്ദ്രനും അത്ഭുത സ്തബ്ധരായി. അവർ വിചാരിച്ചു, ഇനി മന്ത്രവിത്ത് എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ചും ശുക്രാചാര്യ കഠിന തപസ്സിലും ആണല്ലോ ഗുരുവായൂരപ്പ എന്ന് ഓർത്തും കൊണ്ട് ഇന്ദ്രന് ഉറക്കമില്ലാതായി. ഇന്ദ്രൻ തന്റെ സുന്ദരിയായ മകൾ ജയന്തിയെ വിളിച്ചടുത്തിരുത്തി വാത്സല്യത്തോടുകൂടി പറഞ്ഞു, ഇന്ദ്രന്റെ മകളാണ് ജയന്തി, ഭാര്യ ശശിദേവി അല്ലേ? ഞാൻ നിന്നെ തപസ്വിയായ ശുക്ര മഹർഷിക്ക് കൊടുക്കുകയാണ്. അദ്ദേഹത്തെ നീ എനിക്ക് വേണ്ടി വശപ്പെടുത്തണം മോളെ. നീ ആശ്രമത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറി സന്തോഷിപ്പിച്ച് എന്നെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുക. കണ്ട, സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തം മകളെപ്പോലും ഒന്നും ചെയ്യാൻ മടിക്കുന്നില്ല. പണ്ടും അങ്ങനെ, ഇപ്പോഴും അങ്ങനെ. അച്ഛന്റെ വാക്കിനനുസരിക്കാനായി ജയന്തി ശുക്രാചാര്യരുടെ ആശ്രമത്തിലെത്തി. ധൂമപാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ദേഹം വളരെ ക്ഷീണിച്ചിരുന്നു. അവൾ ഒരു വാഴയില മുറിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മൃദുവായി വീശി. നല്ല മണമുള്ള തെളിനീർ കുടിക്കുവാനായി കൊണ്ടുവന്ന് കൊടുത്തു. നട്ടുച്ച സമയത്തെ വെയിലിന്റെ ചൂടേൽക്കാതിരിക്കാൻ അവൾ വലിയൊരു ഇലയെടുത്ത് കുടയായി പിടിച്ചു കൊടുത്തു. പുക വിഴുങ്ങിക്കൊണ്ട് 1000 വർഷം തല കുത്തനിട്ട് കിടക്കണം എന്നല്ലേ പറഞ്ഞത്? സ്വാദുള്ള പഴങ്ങൾ കാട്ടിൽ പോയി പറിച്ചു കൊണ്ടുവന്ന് മുനിക്ക് ഭുജിക്കാനായി കൊടുത്തു. നല്ല തളിരില പറിച്ച് മെത്തയുണ്ടാക്കി മുനി അതിലിരുത്തി മൃദുവായി വീശിക്കൊടുത്തു. പൂജാസമയങ്ങളിൽ ദർഭ ഒരുക്കി കൊടുത്തു. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആചമനത്തിന് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്തു. ഇന്ദ്രന്റെ മകളായ ജയന്തി വളരെയധികം ആദരവോടെ മുനിയെ ശുശ്രൂഷിച്ചു. മുനി ശുക്രാചാര്യര് ജിതേന്ദ്രിയനായ മുനിയുടെ ഭാവം അറിയാൻ ഇന്ദ്രൻ തന്നെ വിശ്വസ്ത സേവകന്മാരെ ആശ്രമത്തിലേക്ക് അയച്ചു. ബ്രഹ്മചര്യം വിടാതെ ജയന്തി മുനിയെ ശുശ്രൂഷിച്ച് പ്രസാദിപ്പിച്ചു. 1000 വർഷത്തോളം ശുക്രാചാര്യൻ മഹാദേവന് തപസ് ചെയ്തു. സന്തുഷ്ടനായ മഹാദേവൻ ശുക്രാചാര്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ അരുളി ചെയ്തു, ഭക്തോത്തമ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു കേട്ടോ. ഈ ലോകത്തിൽ കാണുന്ന എല്ലാം അങ്ങേക്ക് സ്വന്തമായി വരും പോരെ. അങ്ങ് എല്ലാവരാലും ജിതനായും ശ്രേഷ്ഠനായും ഭവിക്കും. ശംഭു ഇപ്രകാരം വരം നൽകി അവിടെ തന്നെ അന്തർധാനം ചെയ്യുകയും ചെയ്തു. ശുക്രാചാര്യർ ജയന്തി ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഹേ സുന്ദരി, നിന്റെ പരിചര്യയിൽ ഞാൻ വളരെ 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 സംതൃപ്തനാണ്. നീ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്ത് വരമാണ് ആഗ്രഹിക്കുന്നത് കുട്ടി? എന്തായാലും പറഞ്ഞുകൊള്ളുക. ജയന്തി ലജ്ജയോടും സന്തോഷത്തോടും കൂടി പറഞ്ഞു, എനിക്ക് വേണ്ടത് എന്താണെന്ന് അങ്ങേക്ക് തപശക്തി കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ കാവ്യൻ പറഞ്ഞു, എനിക്കറിയാം, എങ്കിലും നിന്റെ ഇംഗിതം നീ തന്നെ പറയണം. നിന്റെ ശുശ്രൂഷയിൽ ഞാൻ തൃപ്തനാണ്, അതുകൊണ്ട് എന്തായാലും ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ ജയന്തി പറയുന്നു, ഞാൻ ഇന്ദ്രന്റെ പുത്രിയാണ്. എന്നെ എന്റെ അച്ഛൻ അങ്ങേക്ക് നൽകിയതാണ്. ജയന്തന്റെ സഹോദരിയാണ് ഞാൻ. മാത്രമല്ല, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അങ്ങയുടെ മനസ്സറിഞ്ഞ് ശുശ്രൂഷിച്ചും രമിപ്പിച്ചും ഇവിടെ താമസിച്ചു കൊള്ളാം. ഇത് കേട്ട് ശുക്രാചാര്യ പറഞ്ഞു, സുന്ദരി, ഇന്ന് മുതൽക്ക് 10 കൊല്ലം എന്നോടുകൂടി സന്തോഷമായിരിക്കുക.
ഈ സമയത്ത് നമ്മളെ ആരും കാണുകയുമില്ല. ഇത്രയും പറഞ്ഞ് ശുക്രാചാര്യർ ജയന്തിയെ പാണിഗ്രഹണം ചെയ്ത് ആരും കാണാതെ മായാസംവൃതരായി രമിച്ചു. 10 കൊല്ലം മാത്രം കരാറും. അപ്രകാരം മുനി 10 വത്സരം ജയന്തിയോടൊത്ത് രമിച്ചു വസിച്ചു. ശുക്രൻ മന്ത്രസിദ്ധി വരുത്തി വന്നു എന്നറിഞ്ഞ് അസുരന്മാർ പർണശാലയിലെത്തിയെന്നാൽ അവിടെ കാണുന്നില്ല. 10 കൊല്ലം കഴിയട്ടെ ഇനി കാണണമെങ്കിൽ. കാണാത്തതുകൊണ്ട് ദൈത്യന്മാർ തങ്ങളുടെ ശ്രമം നിഷ്ഫലമായതറിഞ്ഞ് നിരാശരായി. അവർ ആചാര്യനെ കാണാതെ ഭയസംത്രസ്തരായി സ്വന്തം ഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. ശുക്രാചാര്യരുടെ അന്തർധാന രഹസ്യം മനസ്സിലാക്കി ഇന്ദ്രൻ ഗുരുവായ ബൃഹസ്പതിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അരി ദേവേന്ദ്രൻ, അല്ലയോ ദേവഗുരു, അങ്ങയുടെ മായ കൊണ്ട് ദൈത്യന്മാരെ പ്രലോഭിപ്പിക്കണം കേട്ടോ. എന്തിനാണോ അങ്ങയുടെ കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ച് ഞങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരണം. ഇന്ദ്രന്റെ അഭ്യർത്ഥന കേട്ട് ബൃഹസ്പതി ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി. അദ്ദേഹം തന്റെ തപശക്തി ഉപയോഗിച്ച് ശുക്രന്റെ രൂപം ധരിച്ച് അസുരന്മാരുടെ അടുത്തെത്തി. ബൃഹസ്പതി അസുരന്മാർ ബൃഹസ്പതിയുടെ ശുക്രാചാര്യ വേഷം കണ്ട് തിരിച്ചറിയാതെ നമസ്കരിച്ചു. അവരെ അനുഗ്രഹിച്ചതിന് ശേഷം ബുദ്ധിസത്തമനായ അദ്ദേഹം പറഞ്ഞു, ശിഷ്യന്മാരെ, നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ നേടി വന്നിരിക്കുകയാണ്. തട്ടിപ്പ്. എന്റെ തപസ് കൊണ്ട് സന്തോഷിച്ച് ശംഭു എനിക്ക് ആ മന്ത്രം ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മംഗളത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപദേശിക്കാം. ഇത് കേട്ട അത്യധികം സന്തോഷമായി പൊട്ടന്മാർക്ക്. മോഹവലയത്തിൽപ്പെട്ട ദൈത്യന്മാർ തങ്ങളുടെ കാര്യം സാധിച്ചതായി വിശ്വസിച്ചു ഗുരുവിനെ പ്രശംസിക്കുകയും ചെയ്തു. തങ്ങളുടെ ഗുരുവായ ശുക്രാചാര്യർ മന്ത്രസിദ്ധി നേടിയെന്ന് വിശ്വസിച്ച് ദുഃഖത്തെ വെടിഞ്ഞ ദൈത്യന്മാർ ഗുരുവിനെ നമസ്കരിച്ച് സ്വന്തം ഗൃഹങ്ങളിലേക്ക് പോയി. അങ്ങനെ ജയന്തിയുടെ ശുക്രപരിചര്യ എന്ന 12ാം അധ്യായവും നമ്മൾ ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു. ഇനി 13ാമത്തെ അധ്യായത്തില് ദേവഗുരു ഒരു വഞ്ചന ചെയ്തില്ലേ ദൈത്യന്മാരോട്, അതേക്കുറിച്ചാണ് പറയുന്നത്. ജനമേജയ രാജാവ് വീണ്ടും ചോദിക്കുകയാണ്, അല്ലയോ വ്യാസമഹർഷി, ബുദ്ധിസത്തമനായ ബൃഹസ്പതി ദൈത്യന്മാരുടെ പുരോഹിതനായി അഭിനയിച്ച് എന്തൊക്കെയാണ് ചെയ്തത്? ശ്രേഷ്ഠനായ അങ്കിരസിന്റെ പുത്രനായ ദേവഗുരു ഇത്തരത്തിലുള്ള കപടപ്രവൃത്തി ചെയ്തത് നീതിക്ക് നിരക്കുന്നതാണോ? ധർമ്മത്തിന്റെ സത്യമാണെന്നും അതുവഴി ആത്മജ്ഞാനവും നേടാമെന്നും ധർമ്മശാസ്ത്രങ്ങളിൽ മുനീശ്വരന്മാർ പറയുന്നുണ്ട്. ഗുരുവായ ബൃഹസ്പതി തന്നെ ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഗൃഹസ്ഥന്മാർ സത്യത്തിൽ ഉറച്ചു നിൽക്കുമോ? മഹാത്മാക്കളായ മഹർഷിമാർ തന്നെ പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് എഴുതി വച്ചിരിക്കുന്നതാവോ? വ്യാഴവും കള്ളത്തരം പ്രവർത്തിക്കുകയാണെങ്കിൽ വ്യാഴം ബൃഹസ്പതി സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ജനമേജയ രാജാവ് ചോദിക്കുന്നു. അപ്പം ദേവന്മാർ സത്വഗുണമുള്ളവരും മനുഷ്യർ രാജസ ഗുണമുള്ളവരും തിര്യക്കുകൾ താമസ ഗുണമുള്ളവരുമാണെന്നാണല്ലോ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. തിര്യക്കുകൾ പറഞ്ഞാൽ ഈ മൃഗങ്ങള്. സത്വഗുണമുള്ള ദേവഗുരു തന്നെ അസത്യമായ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ രജോ ഗുണമുള്ളവർ എന്ത് തന്നെ പ്രവർത്തിക്കുകയില്ല. ഇതൊക്കെ കാണുമ്പോൾ ധർമ്മശാസ്ത്രത്തിൽ അവിശ്വാസം തോന്നുന്നു. ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും മുനീന്ദ്രന്മാരും കാമക്രോധങ്ങൾക്കും വ്യാജവൃത്തികൾക്കും അധീനന്മാരാണ്. ബ്രഹ്മാദി ദേവന്മാർ പോലും രാഗികളാണ്. രാഗികൾ എന്ത് തന്നെ ചെയ്യുകയില്ല. ഈ വന്ദ്യന്മാരൊക്കെ വ്യാജവൃത്തിയിൽ ഏർപ്പെട്ടാൽ ധർമ്മം എങ്ങനെയാണ് നിലനിൽക്കല്? ധർമ്മം എങ്ങനെ നിലനിൽക്കും ഇങ്ങനെയൊക്കെ ആയാൽ എന്നാണ് ചോദിക്കുന്നത്. ഇന്ദു, വന്നി തുടങ്ങിയവരൊക്കെ പരസ്ത്രീരഥന്മാരാണ്. ഇന്ദു എന്ന് പറഞ്ഞാല് ചന്ദ്രൻ. അങ്ങനെ വരുമ്പോൾ സത്യത്തിനും വിശ്വാസ്യതയ്ക്കും വിലയില്ലാതെ വരില്ലേ? ഇത്തരം സ്വഭാവമുള്ളവരുടെ ഉപദേശം സ്വീകരിക്കത്തക്കതാണോ എന്ന് ജനമേജയ മഹാരാജാവ് വേദവ്യാസനോട് ചോദിക്കുകയാണ്. അപ്പൊ വ്യാസൻ പറഞ്ഞു, ഹേ രാജൻ, ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരൊക്കെ ദേഹം സ്വീകരിച്ചവരല്ലേ, അതുകൊണ്ട് തന്നെ വികാരങ്ങളും ഉണ്ടാകും. ഇവരൊക്കെ തന്നെ രാഗികളുമാണ്. രാഗികൾക്ക് പ്രവർത്തിക്കാൻ പാടില്ലാത്ത അധർമ്മങ്ങളൊന്നും തന്നെയില്ല. അവർക്ക് എന്തും ചെയ്തു പോകും. ഈ രാഗം എന്ന് പറയുന്ന ആ ഒരു വികാരം ഉണ്ടല്ലോ, അവരെ കൊണ്ട് എന്തും ചെയ്യിക്കും. അവർ സത്വഗുണമുള്ളവരാണെന്ന് ഭാവിക്കുകയും ചെയ്യും, വ്യാജപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യും. തനിക്ക് ദോഷം വരുമ്പോൾ
അവർ ത്രിഗുണങ്ങൾക്ക് അധീനരാവും. കാരണം കൂടാതെ കാര്യമുണ്ടാവുകയില്ലല്ലോ. എല്ലാവരുടെ സൃഷ്ടിക്കും 24 തത്വങ്ങൾ കാരണമായിട്ടുണ്ട്. കാലാനുസൃതമായ മരണവും അവർക്ക് സംഭവിക്കും. സ്വന്തം കാര്യം വരുമ്പോൾ അടക്കി വെച്ച കാമക്രോധാദി ദോഷങ്ങൾ പുറത്ത് പ്രകടമാവും. അവയെ സംയമനം ചെയ്യാൻ ദേഹമെടുത്തവർക്ക് അസാധ്യമാണ് താനും. ഈ ലോകം ത്രിഗുണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് വർത്തിക്കുന്നത്. ലോകത്തിൽ ശുഭവും അശുഭവും ഇടകലർന്ന് നിൽക്കുന്നു. ഹരിയെ തന്നെ നോക്കൂ. ചിലപ്പോൾ കഠിന തപസ്സിലായിരിക്കും ഭഗവാൻ, മറ്റു ചിലപ്പോൾ രമയോടൊത്ത് വൈകുണ്ഠത്തെ രമിച്ചിരിക്കും ഭഗവാൻ, മറ്റു ചില സമയത്ത് അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ പോകും. ആ ഹരിയും സുഖത്തിനും ദുഃഖത്തിനും ഇടയിൽപ്പെട്ട് വലയുകയല്ലേ എന്നാണ് പറയുന്നത്. ബ്രഹ്മാദിദേവന്മാരും മുനീന്ദ്രന്മാരും ഒക്കെ ആയുസ് തീരുന്നത് വരെ മാത്രമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ. കൽപ്പാന്തത്തിൽ ചരാചരങ്ങളൊക്കെ തന്നെ ഇല്ലാതാവുകയും ചെയ്യും. എല്ലാവരും ജനിമരണമാകുന്ന കാലചക്രത്തിന് അധീനരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും കാമക്രോധാദി ദോഷങ്ങൾ കാണപ്പെടുന്നു. അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. സംസാര ദുഃഖത്തെ പേടിയുള്ളവർ ഗാർഹസ്ഥ്യം ഒഴിവാക്കണം. അങ്ങനെയുള്ളവർ സർവസംഘ വിമുക്തരായി ഈ ലോകത്തിൽ ചരിക്കും. പണ്ട് ചന്ദ്രൻ ഗുരുപത്നിയെ സ്വീകരിച്ചില്ലേ? അറിയില്ല കഥ. ഗുരുവാണെങ്കിൽ ഭ്രാതൃപത്നിയെയും ഗുരുവാണെങ്കിൽ ഭ്രാതൃപത്നിയെയും സ്വീകരിച്ചു. ചന്ദ്രൻ ഗുരുപത്നിയെ സ്വീകരിച്ചു. സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയുമ്പോൾ രാഗലോഭങ്ങൾക്ക് കീഴടങ്ങാതിരിക്കില്ല. ഗൃഹസ്ഥരായിരിക്കുമ്പോൾ മുക്തനാവാൻ സാധ്യമല്ല. അത് പ്രപഞ്ച സത്യമാണ്. അതിന്റെ ഗൗരവത്തോടെ എടുക്കാതിരിക്കുകയാണ് അഭികാമ്യം. അത് അങ്ങനെ അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചു നിൽക്കണം എന്നാണ് പറയുന്നത്. ഈ ജഗത്തിനെല്ലാം ആധാരമായിരിക്കുന്ന പരമേശ്വരി ആരാധിക്കൂ. ജനങ്ങൾ അവളുടെ മോഹവലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവളെ ആരാധിച്ച് ത്രിഗുണങ്ങൾ ജയിക്കണം. ഈ മനുഷ്യന്മം കിട്ടിയിട്ടും ആ ഈശ്വരിയെ സാക്ഷാത്കരിക്കാത്തവൻ കോണിയുടെ അറ്റത്തെത്തി താഴേക്ക് വീഴുന്ന അതിന് തുല്യമാണ്. പിടിച്ചു കയറി ചാടുന്ന കൈ കളിക്കാരുടെയും അതുപോലെ അഹങ്കാരം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകം ത്രിഗുണങ്ങൾ ചേർന്നതാണ്. സംസാരബന്ധങ്ങളിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ എല്ലാ രാഗങ്ങളും ഉപേക്ഷിച്ച് ആ ഭുവനേശ്വരിയെ ഭജിക്കണം, ആശ്രയിക്കണം. അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്നു വേദവ്യാസ മഹർഷി. വ്യാസന്റെ വാക്കുമായിട്ട് രാജാവ് ചോദിക്കുന്നു, ശുക്രാചാര്യരുടെ രൂപമെടുത്ത ബൃഹസ്പതി പിന്നീട് എന്താണ് ചെയ്തത്? ശുക്രാചാര്യർ എപ്പോഴാണ് തിരിച്ചു വന്നത്? മഹർഷി എല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരണം എനിക്ക് പറഞ്ഞു. അപ്പൊ വേദവ്യാസൻ പറയുന്നു, കാവ്യരൂപം ധരിച്ച ബൃഹസ്പതി എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാം. രാജൻ, ദേവഗുരു പറഞ്ഞ വാക്കിൽ വിശ്വാസം വന്ന ദൈത്യർ അത് തങ്ങളുടെ ഗുരുവായ ശുക്രാചാര്യർ തന്നെയാണെന്ന് വിശ്വസിച്ചു. അത്രമാത്രം രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. സുരന്മാരെ തോൽപ്പിക്കുവാനുള്ള വിദ്യ പഠിക്കുവാനുള്ള വ്യഗ്രതയിൽ ശരിയായ ഗുരുവിനെ മനസ്സിലാക്കാൻ അവർക്കൊട്ട് സാധിച്ചതുമില്ല. അങ്ങനെയല്ലേ നമ്മുടെ രാമായണത്തിൽ നമ്മുടെ ഈ ദേവിക്ക് പറ്റിയത്. ഭർത്താവാണെന്ന് വെച്ചിട്ട് അല്ലാ ദേവേന്ദ്രനെ സ്വീകരിച്ചു പോയില്ലേ അഹല്യക്ക്. അതുപോലെ ഈ സമയത്ത് ജയന്തിയോടൊപ്പം രമിച്ചു നടന്ന കാവ്യന് 10 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ശിഷ്യരെ പറ്റി ഓർമ്മ വന്നു. തന്റെ ശിഷ്യർ തന്നെ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ജയന്തിയോട് പറഞ്ഞു, ദേവി, നമ്മൾ പറഞ്ഞു വെച്ച 10 വർഷം കഴിഞ്ഞു കേട്ടോ. എന്റെ ശിഷ്യർ എന്നെ കാത്തിരിക്കുകയാണ്. എനിക്ക് അവരെ കാണാൻ പോകാതിരിക്കാൻ പറ്റുകയില്ല. അതിന് നിന്റെ സമ്മതം എനിക്ക് വേണം. ഞാൻ വേഗം നിന്റെ സമീപത്തേക്ക് തിരിച്ചു വരും. പതിവ്രതയായ ജയന്തി പറഞ്ഞു, ധർമാത്മൻ, അങ്ങയുടെ ഇച്ഛ പോലെ പ്രവർത്തിക്കുക. ഞാൻ ഒരിക്കലും ധർമ്മത്തിന്റെ വഴി വിട്ട് ചരിക്കുകയില്ല എന്ന് പറഞ്ഞു ജയന്തിയുടെ സമ്മതം കിട്ടിയ ഉടനെ ശുക്രൻ തന്റെ ശിഷ്യരുടെ അടുത്തേക്ക് പോയി. അവിടെ തന്റെ വേഷം എടുത്ത് ഒരാൾ ദൈത്യന്മാർക്ക് ശിക്ഷണം നൽകുന്നുണ്ട്. മന്ത്രവിത്തായ ശുക്രന് കാര്യം പെട്ടെന്ന് മനസ്സിലായില്ലേ? ബുദ്ധിയല്ലല്ലോ. ദേവഗുരുവായ ബൃഹസ്പതി കള്ളവേഷം കെട്ടി താൻ തന്നെ ഉണ്ടാക്കിയ ജൈന ധർമ്മങ്ങൾ പഠിപ്പിക്കുകയാണ്. ദേവഗുരു ദൈത്യ ശിഷ്യന്മാരോട് പറഞ്ഞു, ദേവരിപുക്കളെ, നിങ്ങൾക്ക് ഹിതമായ ഒരു കാര്യം ഞാൻ പറയാം. അഹിംസയാണ് മുഖ്യധർമ്മം. ഇങ്ങോട്ട് കൊല്ലാൻ വരികയാണെങ്കിൽ പോലും തിരിച്ചൊന്നും ചെയ്യരുത്. ദേവഗുരുവിന്റെ ഉപദേശാന്നതല്ല. മാംസക്കുതിയന്മാരായ ദുജന്മാരാണ് യാഗത്തിന് ഹിംസ ചെയ്യാമെന്ന് വാദിക്കുന്നത്. എന്നാൽ വേദങ്ങളിൽ
അഹിംസയാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നുണ്ട്. ഈ മട്ടിൽ ഉപദേശം കൊടുക്കുന്ന ബൃഹസ്പതിയെ കണ്ട് ശുക്രാചാര്യർ അത്ഭുത സ്തബ്ധനായി മൂക്കത്ത് വിരൽ വെച്ചിട്ട് നിന്നുപോയിട്ടു. അദ്ദേഹം ഇപ്രകാരം മനസ്സിൽ വിചാരിച്ചു, കൊള്ളാം, ദൈത്യന്മാരുടെ ശത്രുവായ ബൃഹസ്പതി എന്റെ ശിഷ്യന്മാരെ വഞ്ചിച്ചിരിക്കുകയാണ്. ദേവഗുരുവും ഇത്തരത്തിൽ ലോഭത്തിന് അടിമപ്പെട്ടുവല്ലോ ഈശ്വരാ. മനസ്സിൽ കാപട്യം വെച്ചുകൊണ്ടൊരു നടനെ പോലെ അഭിനയിച്ച് എന്റെ ശിഷ്യന്മാരെ വിഡ്ഢികളാക്കുകയാണ് ഈ ദേവഗുരു എന്ന് ആ മനസ്സിൽ വിചാരിക്കുന്നതോടുകൂടിയാണ് ഈ അധ്യായം 13-ാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് 14-ാമത്തെ അധ്യായം ചെന്താമരക്കണ്ണനായ പൊന്നുണ്ണിയുടെയും അതുപോലെ തന്നെ കാതോളം നീണ്ട തൃക്കണ്ണുള്ള ദേവിയുടെയും അനുഗ്രഹത്തോടുകൂടി ആശീർവാദത്തോടുകൂടി നാളെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പാദങ്ങളെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.